അസ്സലാമലൈക്കും. എം ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് സോയാബീൻസിൻ്റെ കുറുമയാണ്. ഇത് ഏഷ്യയിൽ ഉത്ഭവിച്ച പോഷക സമൃദ്ധമായ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഒരു പയറുവർഗ്ഗമാണിത്. ഇതുപയോഗിച്ച് സോയാ പാല്, സോയാ ചങ്ക്സ്, നമ്മൾ മീൽ മേക്കർ അറിയില്ല, അത് സോയ എണ്ണ, സോയാ സോസ്, സോയാ പനീർ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീന്, ഫൈബർ, വിറ്റാമിനുകൾ, മിനറൽസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിനും മസ്തിഷ്കയുടെ ബലത്തിനുമൊക്കെ നല്ല സഹായമാണ്. ഈ കുറുമയിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെള്ളുള്ളി, ചീരുള്ളി ഒക്കെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് തക്കാളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും എല്ലാം ചേർത്തൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഉരിച്ച് വെച്ച ബീൻസും അതിലൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേകാൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു 5-6 വിസിലിടണം. അപ്പോഴേ നല്ല ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് വേകുമ്പോഴേക്കിന് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. എന്നിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് നല്ല നൈസായി അരച്ചിട്ട് അതും ഇതിൽ ചേർക്കുക. നല്ല ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നല്ലൊരു കറി ടേസ്റ്റിന് നമ്മൾ ചിക്കനും ഒക്കെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റിൽ കുറുമ റെഡിയായി. നിങ്ങളും ഇതൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും.